എന്റെ ചേച്ചി ആവശ്യമില്ലാത്തതിൽ കയറിയിരുന്ന് ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ. വെറുതെ കാശ് വന്നിട്ടല്ലേ. വണ്ണം കുറയണോ ചേച്ചിക്ക്? ആ കുറയണം. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എന്തോരം നേരമായി വന്നിട്ട്? ഫ്ലോർ എക്സസൈസ് ചെയ്തോ? ആ ചെയ്തു. എങ്കിലും അടുത്ത എക്സസൈസ് ഇതല്ല ചേച്ചി, ഇതാണ്. എന്റെ എന്നെ ഇതിനകത്ത് കയറ്റില്ലാത്ത. ഞാൻ വന്നിട്ട് എത്ര ദിവസമായി? എന്നെ ഇതിനകത്ത് എന്താ കയറ്റില്ലാത്ത? ഇതിനകത്ത് ഒരുപാട് സാധനത്തിൽ എന്നെ കയറ്റിയിട്ടില്ല. എനിക്കറിയാം എന്റെ വണ്ണം കുറയരുത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരിക്കണം. നടക്കൂല. ഞാൻ ഇതിനകത്ത് കയറും. എന്റെ ചേച്ചി ഇതൊക്കെ പതുക്കെ ചെയ്യുന്ന എക്സസൈസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഇതൊന്നും ബോഡിക്ക് പറ്റില്ല, താങ്ങില്ല. ചേച്ചി അതിലേക്ക് വയ്ക്കും, എണീക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അത് നല്ലതാ, ഞാൻ പറഞ്ഞുതരാം. കമോ പതുക്കെ കയറണേ. എനിക്കറിയാം. മനസ്സിലായി. ചേച്ചി പതുക്കെ 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 പതുക്കെ. ഒന്നും മിണ്ടാതിരിക്കാമോ? നിങ്ങൾ ഇവിടെ നിന്നിട്ട് എനിക്ക് തെറ്റിപ്പോണേ. ഞാൻ ചെയ്തോളാം. അത് താഴെ വയ്ക്കേ. ഞാൻ എപ്പോഴേ നോക്കുമായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കായിരുന്നില്ലേ? അതല്ല, ഒരു അരമണിക്കൂറായി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഈ ചെയ്യുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നി. ഇത് തന്നെ കറക്റ്റ് അല്ല. ഞാൻ അതായത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മൾ തെറ്റിച്ച് ചെയ്താലേ ഞാൻ പറഞ്ഞു കഴിച്ചോടെ മേളിലോട്ട് പിടിച്ച് മേളിലോട്ട് കയറ്റി അങ്ങനെ പിടിക്കുക ഞാനിവിടെ സപ്പോർട്ട് ചെയ്യാം. ഞാനൊന്ന് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ശമ്പളമൊക്കെ ഇങ്ങോട്ട് പുഷ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. അങ്കിള് പറഞ്ഞപ്പോ എല്ലാം എത്തുന്ന മനസ്സിലായി. അങ്കിളെന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കളർ ഇങ്ങനെ മാറിയിട്ടുണ്ടെന്ന്. നമ്മളൊക്കെ ഏതാണ്ട് സെയിം ഏജാ. സത്യം സെയിം ഏജ്. രജിസ്റ്റർ ചെയ്തേക്കുന്ന വയസ്സൊക്കെ ഞാൻ കണ്ടിട്ടാ. ഇപ്പൊ ഒരു 10 വയസ്സ് വലിയ കൂടുതലൊന്നും അല്ല. അതെ, നല്ല വരട്ടെ. ഇത് പിടിച്ച്. അല്ല, ഞാൻ എപ്പോഴും ആലോചിക്കും വേറൊരു കാര്യം. എന്താണ്? മൻമോഹൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ലല്ലോ. വേർക്കാറും ഇല്ല, ഒന്നും ചെയ്യില്ല ഇവിടെ വന്നാ. അതെന്താ അറിയാവോ, എനിക്ക് എൻ്റെ ഈ വിയർപ്പിന്റെ ബാഡ് സ്മെൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വിയർക്കാറില്ല. ഞാൻ എൻ്റെ നല്ല പ്രായത്തിലുണ്ടല്ലോ മിസ്റ്റർ ഫോർട്ട് കൊച്ചിയായിരുന്നു. സത്യം ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അറിഞ്ഞില്ല. കുഴപ്പമില്ല. ഇല്ല, ഞാൻ ഈ ശ്യാമള ചെയ്യുന്ന കുറെ മിസ്റ്റേക്കുകളുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുക്കണേ. ചേട്ടന്റെ സ്ഥലം ഇവിടെ അല്ലല്ലോ, അവിടെ അല്ലേ? അല്ല, എന്നാലും ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സാണ്, നെയ്ബേഴ്സാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതെ നമ്മൾ അതൊന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ചേട്ടൻ പോ. അയ്യോ, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കണേന് പിന്നെ അയാൾ വന്ന് തന്നെ അങ്ങ് മൂക്കി കയറ്റിക്കളെ. ഞങ്ങള് കാശ് കൊടുത്തിട്ട് അവിടെ വന്ന് പഠിക്കണം. വിചാരം നമ്മൾ സൗകര്യത്തിനൊന്ന് പഠിക്കണം. എന്താണെന്ന് തന്നെ കൊണ്ട് വലിയ ശല്യമായി മാറിയിട്ടുണ്ട് കേട്ടോ. എടാ, ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ഓടിക്കാനല്ലേ എനിക്ക് സമയമുള്ളൂ. തന്റെ ഭാര്യന്റെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാണ് തനിക്ക് ഞാനിവിടെ അഡ്മിഷൻ തന്നത് അല്ലേ? ഇനി മേലാൽ തന്നെ ഇവിടെ കണ്ടുപോയി കഴിഞ്ഞാലുണ്ടല്ലോ ഓക്കെ, ഈ സാധനം വെച്ച് കുത്തി പരത്തി ഞാൻ തന്നെ പോകാം. അത് ഞാൻ വൈകിട്ട് പറയണം. വേണ്ട, അതിനും ഭേദം ഇതിട്ട് തന്നെ ഇടിച്ചാലും കുഴപ്പമില്ല. അറിയുമ്പോ നാണന്മാരോട് മനുഷ്യനാണെങ്കിൽ ഈ ശ്യാമളയൊക്കെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യ ഇവിടെ ഇങ്ങനെ പാറുന്നത് തന്നെ. മറിമായം.